ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ നമുക്ക് ചിന്തിക്കാനുള്ള ധ്യാന വിഷയം ആത്മീക അന്ധതയുടെ ഉത്ഭവം എന്നതിനെ കുറിച്ചാണ്. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 4-ാം വാക്യം ഇപ്രകാരം നാം വായിക്കുന്നു: ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഇവിടെ ഒരു മിഥ്യാധാരണ, അതിനെ വൈറ്റ് ഇല്യൂഷൻ എന്ന് വിളിക്കുകയാണ്. ആ വൈറ്റ് ഇല്യൂഷനില് തിരശ്ചീനമായ കറുപ്പും വെളുപ്പും ഉള്ള വരകളെ നാം തുടർച്ചയായി നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കറുപ്പും വെളുപ്പും നിറമുള്ള വരകളുടെ മധ്യേ ചാര നിറം ഉള്ളതായി നമുക്ക് തോന്നും. ഇത് ഒരു മിഥ്യാധാരണയാണ്. അതുപോലെ തന്നെ ചാര നിറത്തിലുള്ള കളങ്ങൾക്ക് കറുപ്പ് നിറം അരികിൽ ഇടുമ്പോൾ അവ ചാര നിറത്തിലുള്ള കളങ്ങളെക്കാൾ കൂടുതൽ ഇരുണ്ടതായി കാണപ്പെടും. ഇതും ഒരു മിഥ്യാധാരണയാണ്. ഇതുപോലെ മിഥ്യാധാരണയിൽ വൈറ്റ് ഇല്യൂഷനിൽ അകപ്പെട്ട ഒരു വ്യക്തിയാണ് ഹൗവ എന്ന് പറയാൻ കഴിയും. ഹൗവ അവളുടെ ഇന്ദ്രിയങ്ങളാൽ വഞ്ചിക്കപ്പെട്ടു. സർപ്പത്തിന്റെ വേഷം ധരിച്ച പിശാചുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടപ്പോൾ അവൾ പറഞ്ഞു, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത്. അപ്പോൾ തന്നെ പിശാച് അവൾക്ക് ഒരു മറുപടി നൽകി, നീ മരിക്കയില്ല. അവൻ അവളോട് കള്ളം പറഞ്ഞു. ഹവ്വായോട് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. ഈ വചനം കേട്ടപ്പോൾ ഹൗവ ദൈവത്തെ സംശയിച്ചു എന്ന് നമുക്ക് കാണാം. പ്രിയ ദൈവമക്കളെ, അങ്ങനെ സംശയം അവളുടെ ഹൃദയത്തിൽ ഉളവായി അവള് ആത്മീക അന്ധകാരം പ്രാപിച്ചു എന്ന് കാണാം. അവള് യഥാർത്ഥത്തിൽ അന്ധയാകുകയാണ് ചെയ്തത്. അവള് കുറെ സമയം നോക്കിക്കൊണ്ടിരുന്നു. നാം മുമ്പേ പറഞ്ഞതുപോലെ കറുപ്പും വെളുപ്പുമുള്ള തിരശ്ചീനമായ വരകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ ചാരനിറം കാണുന്നു. അതൊരു മിഥ്യാധാരണയാണ്. അങ്ങനൊരു വര അവിടെ ഇല്ല, ചാരനിറം ഇല്ല. അതുപോലെ ഹൗവ പിശാചു പറഞ്ഞതിനെ വളരെയധികം ശ്രദ്ധയോടെ നോക്കിയപ്പോൾ അവൾക്ക് പെട്ടെന്ന് അവൾക്കൊരാശയം വരികയാണ്. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതാണ്, കാണാൻ ഭംഗിയുള്ളതാണ്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമാണ്. ഇത് അവൾക്കുണ്ടായ മിഥ്യാധാരണയാണ്. അതുകൊണ്ട് ഈ മിഥ്യാധാരണയിൽ അകപ്പെട്ട് സ്ത്രീ അത് കണ്ട് ഫലം പറിച്ച് തിന്നിട്ട് ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. അങ്ങനെ 2 പേർക്കും ആത്മീയ അന്ധത പ്രാപിച്ചെന്ന് കാണാൻ കഴിയും. ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നെന്ന് എഴുതിയിരിക്കുന്നു, നഗ്നരെന്നറിഞ്ഞെന്ന് എഴുതിയിരിക്കുന്നു. അത്തിയില കൂട്ടി തുന്നി തങ്ങൾക്ക് അരയാടെ ഉണ്ടാക്കി. യഥാർത്ഥത്തിൽ പാപം അവരെ കണ്ണു തുറപ്പിക്കുകയല്ല ചെയ്തത്, അവരെ അന്ധരാക്കുകയാണ് ചെയ്തതെന്ന് കാണാൻ കഴിയും. സത്യത്തെക്കുറിച്ചുള്ള അവബോധം അവർക്ക് നഷ്ടപ്പെട്ട് അന്ധത ബാധിച്ച് ലോകത്തിന് തന്നെ നാശം ഉണ്ടാക്കി എന്ന് കാണാൻ കഴിയും. അങ്ങനെ സാത്താൻ ഉണ്ടാക്കിയ ഒരു മിഥ്യാധാരണയിൽ അകപ്പെട്ട് ഹൗവ ലോകത്തിന് തന്നെ ഒരു നാശം ഉളവാക്കുകയാണ് ചെയ്തത്. അതുപോലെ നമ്മുടെ കണ്ണുകളിൽ കാണുന്നത് എല്ലാം ഒരുപക്ഷെ നമുക്ക് അതുപോലെ വിശ്വസിക്കാൻ കഴിയുകയില്ല. വൈറ്റ് ഇല്യൂഷൻ ഉണ്ട്. നിങ്ങളുടെ കണ്ണുകൾ ഇന്ദ്രിയങ്ങളെ വഞ്ചിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ഈ കാര്യം നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് നാം വഞ്ചിക്കപ്പെടരുത്. ഹൗവ ഉപായത്തിൽ വഞ്ചിക്കപ്പെട്ടതുപോലെ നാം ആരും ഈ വഞ്ചനയിൽ അകപ്പെടരുത്. ഈ മിഥ്യാധാരണ
നമുക്ക് ഉണ്ടാക്കത്തക്ക വിധത്തിൽ നമ്മള് ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായിട്ട് സംശയം ഉളവാക്കുന്ന ഒന്നിനെയും സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കരുത്. നാമും വഞ്ചിക്കപ്പെടും. സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പൂർണനായ അടിയങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, മിഥ്യാധാരണയെക്കുറിച്ച് അടിയങ്ങൾ മനസ്സിലാക്കി സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനം എപ്രകാരം അടിയങ്ങൾ വായിക്കുന്നുവോ മനസ്സിലാക്കുന്നുവോ അത് അതുപോലെ വിശ്വസിക്കുവാനുള്ള ദൈവകൃപ അടിയങ്ങൾക്ക് നൽകണമേ. പിശാച് അടിയങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്ന അതിനെതിരെയുള്ള വാക്കുകളെ അടിയങ്ങളെ കർത്താവ് വിശ്വസിച്ച് അടിയങ്ങളെ ദൈവത്തെ സംശയിക്കാതിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അടിയങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ ആത്മാവിനാൽ അടിയങ്ങളെ അഭിഷേകം ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം കരയേറ്റിക്കൊണ്ട് അടിയങ്ങളെ ജീവിക്കുവാൻ അടിയങ്ങളെ ദൈവം അടിയങ്ങളെ സഹായിക്കണമേ. അടിയങ്ങളും വഞ്ചിക്കപ്പെട്ട് നശിച്ചു പോകാൻ ഇടയാകാതെ നിത്യജീവൻ പ്രാപിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ. അനേകരെ അതിനുവേണ്ടി ഒരുക്കുവാൻ സ്വർഗത്തിലെ ദൈവം അടിയങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.